പ്രൈസ് ദ ലോർഡ്. ഇന്ന് ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് പ്രധാനമായി ആൾക്കാർക്ക് കൺഫ്യൂഷനുണ്ട്. ഒന്ന് ജലസ്നാനം, വേറൊന്ന് ദാനധർമ്മം. ഇത് രണ്ടും ആത്മാഭിഷേകം പ്രാപിക്കാത്തത് കൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ദൈവത്തിൻ്റെ ജ്ഞാനം അവരിൽ വരാത്തത് കൊണ്ടാണ് അവർ ലോകജ്ഞാനത്തിൽ അതൊക്കെ ചിന്തിക്കുന്നത്. സ്നാനം ഇന്ന് കൂടുതലായിട്ട് നിർബന്ധിക്കുന്നത് പെന്തക്കോസ്തുകാരാണ്. ആദ്യമായി ഈ പെന്തക്കോസ് സഭ സ്ഥാപിക്കുന്നത് മാർട്ടിൻ ലൂതറിൻ്റെ ലൂതറൻ സഭയാണ്. അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അദ്ദേഹം കത്തോലിക്ക ആചാരാനുഷ്ഠാനങ്ങളോട് താല്പര്യമില്ലാത്ത ആളായിരുന്നു, ഒരു വിശുദ്ധനായിരുന്നു. അദ്ദേഹം പാപമോചനത്തിനായി സ്റ്റെപ്പിൻ്റെ മുകളിലോട്ടൊക്കെ കുപ്പിച്ചില്ലുകളൊക്കെ ഇട്ടിട്ട് ആ കുപ്പിച്ചില്ലിൻ്റെ പുറത്തുകൂടെ മുട്ടയിലഴഞ്ഞഴഞ്ഞഴഞ്ഞ് കയറി തൻ്റെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ദൈവത്തോട് നിരപ്പി യാചിക്കുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് പലവട്ടം ആവർത്തിച്ചപ്പോൾ ഒരു പ്രാവശ്യം ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ലൂതറൻസൻ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്രൂശിൽ എൻ്റെ രക്തം ചീന്തിയത്. നീ ഇനിയും രക്തം ചീന്തേണ്ട ആവശ്യമില്ല. രക്ഷ സൗജന്യമായിട്ടാണ് ഞാൻ തരുന്നത് എന്നുള്ള കർത്താവിൻ്റെ പുതിയ നിയമം ലൂതറൻസിനെ, മാർട്ടിൻ ലൂതറിനെ പഠിപ്പിച്ചു. ലൂതറൻ സഭയിൽ മാർട്ടിൻ ലൂതറിന് കാഴ്ചയുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും ജലസ്നാനം ചെയ്യിച്ചിരുന്നില്ല. ലൂതറൻ സഭയിൽ ജലസ്നാനമില്ലായിരുന്നു. എന്നാൽ ലൂതറൻ സഭയിലെ മാർട്ടിൻ ലൂതറിൻ്റെ കാലത്തിന് ശേഷം ലൂതറൻ സഭയിൽ കാഴ്ചപ്പാടുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു. ആ ലൂതറൻ സഭയുടെ നിലനിൽപ്പിനും ആ സംഘടനയുടെ അഭിവൃദ്ധിക്കും ആചാരാനുഷ്ഠാനങ്ങൾ ആവശ്യമായി വന്നതുകൊണ്ടാണ് അവർ സ്നാനം ഏർപ്പാടാക്കിയത്. അങ്ങനെയാണ് പെന്തക്കോസ് സഭയിൽ ആദ്യമായിട്ട് സ്നാനം, ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പണം സമാഹരിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ദശാംശം. അങ്ങനെയാണ് ഇതൊക്കെ ഈ ഇന്ന് കാണുന്ന മതങ്ങളിൽ ഉളവായത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, പഴയ നിയമപിതാക്കന്മാർ വെള്ളത്തിൽ സ്നാനമേറ്റു, പഴയ നിയമപിതാക്കന്മാർ കടലിൽ സ്നാനമേറ്റു, മേഘത്തിൽ സ്നാനമേറ്റു, കൊടിക്കീഴെ സ്നാനമേറ്റു. അങ്ങനെ വിവിധങ്ങളായ സ്നാനങ്ങൾ, മുതിർന്ന സ്നാനം, ശിശു സ്നാനം, തളിക്കൽ സ്നാനം എന്ന് വേണ്ട വിവിധങ്ങളായ സ്നാനങ്ങൾ അവർ ചെയ്തിരുന്നു. പക്ഷേ ഒരാത്മാവ് പോലും ഇതുകൊണ്ട് ജീവൻ പ്രാപിച്ചില്ല. അപ്പോൾ ഇപ്പോഴും ഇതുകൊണ്ടൊക്കെ ജീവൻ പ്രാപിക്കുമെന്ന് കരുതുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. പഴയ നിയമപിതാക്കന്മാരുടെ ആത്മാക്കളെല്ലാം പാതാളത്തിൽ ബന്ധനത്തിലായിരുന്നു. എപ്പോഴാണ് അവർക്ക് സ്നാനം നടന്നത്? അവർ വിശ്വാസ സ്നാനത്താലാണ് രക്ഷിക്കപ്പെട്ടത്. അതായത് പുതിയ നിയമം, ആത്മാവിൻ്റെ സ്നാനം, പുതിയ നിയമമായ ആത്മാവിൻ്റെ സ്നാനത്തിലൂടെയാണ് അവർ രക്ഷിക്കപ്പെടുന്നത്. അത് വിശ്വാസ സ്നാനമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പാതാളത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് കേട്ട് വിശ്വസിച്ചവർക്ക് വിശ്വാസ സ്നാനം നടന്നു. അങ്ങനെയാണ്
അവരുടെ ആത്മാവിൻ്റെ ജീവൻ പാപപ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് പോയത്. അതുപോലെ തന്നെ ഈ സുവിശേഷത്തിൻ്റെ കേൾവിയാൽ കേട്ട് വിശ്വസിക്കുന്നവർക്ക് ആത്മാവിൻ്റെ സ്നാനം നടക്കും. അത് വിശ്വാസ സ്നാനമാണ്. അവിടെ പ്രസക്തി അപ്രസക്തമാണ്. ആത്മാവിനാലാണ് പ്രവൃത്തി. ജഡത്തിൻ്റെ മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കും, ആത്മാവിനാൽ ജഡത്തിൻ്റെ മോഹത്തെ മരിപ്പിക്കുന്നവൻ ജീവിക്കും. അപ്പോൾ പ്രവൃത്തി എന്ന് പറയുന്നത് ആവശ്യമാണ്, പക്ഷേ അത് നമ്മളിൽ നിവൃത്തിയാകുന്ന ഒന്നാണ്. രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ഇത് ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല, പക്ഷേ അത് ചെയ്തേ പറ്റുള്ളൂ. അത് എത്തിക്സാണ്, അത് നടന്നിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ നിവൃത്തിയാകുന്ന ഒന്നാണ് കൽപ്പനകൾ. നമ്മൾ ചെയ്യുകയല്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കൽപ്പനകളൊക്കെ ചെയ്ത് ആരും രക്ഷപ്പെടാഞ്ഞത്. പ്രവൃത്തി ചെയ്ത് ആരും രക്ഷപ്പെട്ടില്ല. എന്നാൽ പ്രവൃത്തി വേണ്ടായോ എന്ന് ചോദിച്ചാൽ പ്രവൃത്തി വേണം. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ശരീരം പോലെ നിർജ്ജീവമാണ്. അപ്പോൾ പ്രവൃത്തി ആവശ്യമാണ്, പക്ഷേ പ്രവൃത്തി നമ്മൾ ചെയ്ത് രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ല. കാരണം എത്ര പ്രവർത്തിച്ചാലും ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി ആകുകയില്ല. നീ എത്ര ദാനധർമ്മം ചെയ്താലും രണ്ടുള്ളവന് ഒന്നില്ലാത്തവന് കൊടുക്കണം എന്നുള്ളതായ ആ നിയമം നമ്മളിൽ നിവൃത്തിയാകത്തില്ല. അത് നിവൃത്തിയാകാത്തിടത്തോളം കാലം നമ്മൾ ന്യായപ്രമാണം വലിയുള്ള, അപ്പോൾ ആ രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം എന്നുള്ള നിയമം നമ്മളിൽ നിവൃത്തിയായെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്ത് നമുക്ക് ചെല്ലാൻ പറ്റൂ. ഇത് ആത്മാവിനാലാണ് നടക്കുന്നത്. അപ്പം നീ പ്രവൃത്തി ചെയ്ത് രക്ഷപ്പെടാൻ നോക്കിയാൽ നമുക്ക് യാതൊരു വിധമായ പ്രയോജനവും അതുകൊണ്ടുണ്ടാകുകയില്ല. പൗലോസ്ലീഹ പറയുന്നു, സഹോദരനെ ഹെൽപ്പ് ചെയ്യണം. ഈ സഹോദരൻ എന്ന് പറയുന്നത് വിശുദ്ധ ജനമാണ്, ലോകജനമല്ല, ലൗകികരല്ല. യേശുക്രിസ്തു പോലും കർത്താവിനോട് പറയുന്നത്, പിതാവിനോട് പറയുന്നത്, പിതാവേ ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരുന്നു, ഞാൻ ലോകത്തിന് വേണ്ടിയല്ല അപേക്ഷിക്കുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ള എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയാണ്. അവർ സ്വർഗത്തിലാണ് വസിക്കുന്നത്. സ്വർഗത്തിൽ യേശുക്രിസ്തു ഇടപെടും, ആവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് തരും, നമ്മളെ നയിക്കും, നമ്മളെ നടത്തും. എന്നാൽ ലോകക്കാരുമായിട്ട് പുതിയ നിയമത്തിലൊരു ബന്ധവുമില്ല. കാരണം ഈ സ്വർഗരാജ്യം സ്ഥാപിക്കാനാണ് കർത്താവ് വന്നത്. അത് സ്ഥാപിച്ചു കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് മനസ്സാന്തരപ്പെട്ട് രക്ഷ കൈവശമാക്കിക്കൊള്ളുക. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അപ്പോൾ ആ രക്ഷ എല്ലാവരും കരസ്ഥമാക്കിക്കൊള്ളാനാണ് കർത്താവ് പറഞ്ഞത്. അത് മറ്റൊന്നിൻ്റെയും പുറകെ പോകരുത്. പിന്നെ പൗലോസ്ലീഹ നമുക്ക് അനുവാദമായിട്ട് വിവാഹം ഒക്കെ തന്നിട്ടുണ്ട്. വിവാഹം കഴിക്കുകയാണെങ്കിൽ പഴയ നിയമ ഭർതൃന്യായ പ്രമാണം ബാധകമാണ്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു നിയമമില്ല. ആരെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഉഭയസമ്മതം മതി. അല്ലാതെ വാനിൽ നിന്ന് ഒരു മകുടം ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ചുമ്മാ പറയുന്ന, ഒരു മകുടം ഇറങ്ങുന്നില്ല, അതൊക്കെ വെറും കളിപ്പില്ല, തട്ടിപ്പാ. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ മൂന്നാം പക്കം എങ്ങനെ ഡിവോഴ്സ് ഉണ്ടാകുന്നത്? അപ്പം മനുഷ്യന് അതൊക്കെ അവൻ്റെ സ്വാർത്ഥതയുടെയൊക്കെ ഭംഗം വരാതിരിക്കാനായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളിൽ നിവൃത്തിയാകുന്ന ഒന്നല്ല, അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒന്നല്ല. ന്യായപ്രമാണം മുഴുവൻ കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്. കർത്താവും ന്യായപ്രമാണത്തെ നീക്കിയിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ് വന്നത്. കർത്താവ് ന്യായപ്രമാണത്തെ നിവർത്തിച്ച് നീക്കിക്കളയുകയാണ്. ആ ന്യായപ്രമാണം നമുക്ക് കണക്കിടുകയാണ്. കർത്താവ് ന്യായപ്രമാണം നീക്കേണ്ട യാതൊരു കാര്യവുമില്ല. കർത്താവ് എന്താ പാപിയാണോ ന്യായപ്രമാണം ചെയ്ത് നീക്കാൻ? റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കും കൂടി കണക്കിടാനുള്ളതാകയാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും സാക്രിഫൈസും സക്രാമെൻസും എല്ലാം നമുക്കും കൂടെ കണക്കിടാനുള്ളതാകിയാൽ, അതാണ് വിശ്വാസം നീതി എന്ന പുതിയ നിയമം. വിശ്വാസത്താൽ നമുക്കും കൂടെ അത് കണക്കിടുക.
അവിടെ നമ്മൾ യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലായിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ തന്നെ നമ്മളത് വിശ്വസിപ്പിക്കണം. അതാണ് വിശ്വാസം. ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായിട്ട് നമ്മൾ മരിച്ചു എന്ന് നമ്മളെ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കണം. നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പുതിയ നിയമം. അവിടെ പ്രവൃത്തിയല്ല, അത് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വിശ്വാസ നീതി എന്ന പുതിയ നിയമം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. അവിടെ പ്രവൃത്തി ആവശ്യമില്ല. ഞാൻ വിശ്വാസ നീതിയാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് 100 റാത്തൽ സുഗന്ധവർഗ്ഗം വിട്ട് എന്നെ കബറടക്കിയ പോലെയാണ്. അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ തന്നെ എണ്ണുകയാണ്. അത് റിയാലിറ്റി. ആ റിയാലിറ്റി നമ്മൾ വിശ്വസിക്കണം. അതൊരു റിയാലിറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മിസ്റ്ററിയാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് മർമ്മമാണ്, ഒരു മന്ത്രമാണ്. അതാണ് പൗലോസ് പറഞ്ഞ ആ മർമ്മം ഇപ്പോൾ അവൻ്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നു. അപ്പോൾ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഏകദേശം അതാ കർത്താവ് പറഞ്ഞു, ഞാൻ കുറഞ്ഞെന്ന് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ സ്നാനം തരുമെന്ന് പറഞ്ഞു. ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്താണ് പുതിയ നിയമം തുടങ്ങുന്നത്, ആത്മാവിൻ്റെ സ്നാനം തുടങ്ങുന്നത്. അതിലൂടെ റിയാലിറ്റിയാണത്. അത് നമ്മൾ പ്രവർത്തിച്ചതിന് തുല്യമാണ്. നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിലും പ്രവർത്തിച്ചതിന് തുല്യമായിട്ടാണത് വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ സകല പ്രവൃത്തികളും നമുക്കും കൂടി കണക്കിടാനുള്ളതാകിയാൽ അപ്പം നമ്മളിലത് നിറവേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പുതിയ നിയമത്തിൻ്റെ മർമ്മം. അല്ല നമ്മളത് ചെയ്യണ്ട, വിശ്വസിച്ചാൽ മതി. അതാണ് വിശ്വാസനീതി എന്ന് പറയുന്നത്. പഴയ നിയമപിതാക്കന്മാർ അവർ നീതീകരിക്കപ്പെട്ടു, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പ്രവൃത്തിയാലല്ല, കർത്താവിൻ്റെ ദാനമാണ്. അവർ വിശുദ്ധീകരിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു, പക്ഷേ വെള്ളത്തിലല്ല, വിശ്വാസത്താലാണ്. അതാണ് വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നത്. നമ്മളും രക്ഷിക്കപ്പെടുന്ന വിശ്വാസത്താലാണ്. ന്യായപ്രമാണത്തിൽ നിന്നുള്ള വിടുതലിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി. അങ്ങനെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥത എന്നുകൊണ്ട് മധ്യസ്ഥത ആവശ്യമില്ലാത്ത പുത്രസ്വീകാര്യത്വത്തിലേക്ക് വിശ്വാസത്താൽ നമ്മളെ പ്രവേശിപ്പിക്കുന്നു. ഇതാണ് പുതിയ നിയമ മർമ്മം. വിശ്വാസ നീതി എന്ന് പറയുന്നത് അതാണ്. അവിടെ പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളിൽ നിവൃത്തിയാകുകയാണ്. സകല ന്യായപ്രമാണവും നമ്മളിൽ നിവൃത്തിയായിട്ടാണ് നമ്മൾ അതിനെ നീക്കിക്കളയുന്നത്. അങ്ങനെയാണ് നമ്മൾ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണമാണ് നമുക്ക് കണക്കിടുന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതലിനായി ഒരു മരണം ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. ആ മരണം നമ്മളിൽ നടക്കണം. ആ മരണം 100 റാത്തൽ സുഗന്ധവർഗ്ഗം വിട്ട് നമ്മളെ കബറടക്കുകയാണ് ചെയ്യുന്നത്. അത് ക്രൂശ് മരണമാണ് നമുക്ക് കണക്കിടുന്നത്. അതുകൊണ്ടാണ് ഇനി ഒരു കബറടക്ക് നമുക്ക് വേണ്ടാത്തത്. നമ്മുടെ ശരീരം അധികപ്പറ്റാണ്, നമ്മുടെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ആത്മാവിൻ്റെ ജീവനാണ്. ആത്മാവ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുകയാണ്. അതായത് ഈ ആമ തോട് കൊണ്ട് നടക്കുന്ന പോലെ ആ ശരീരം കൊണ്ട് നടക്കുക, അധികപ്പറ്റാണ്. വിട്ടുപിരിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനോട് ചേരും. കാരണം നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ പാപപ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിൽ ലയിച്ചു. സൗജന്യമായിട്ട് നമുക്ക് ഈ രക്ഷ തരികയാണ്. കർത്താവിന് നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആദാമിൽ കിട്ടിയത് കൊണ്ടാണ് ദൈവത്തിന് നമ്മളെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയാത്തത്. കാരണം പാപപ്രമാണത്തിൽ നിലനിൽക്കാൻ നമുക്ക് അവകാശമുണ്ട്. കർത്താവിന് നമ്മളെ ഏകപക്ഷീയമായിട്ട് അതിൽ നിന്ന് നമ്മുടെ ആഗ്രഹത്തിനെതിരായിട്ട് നിൽക്കാൻ കർത്താവിന് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരമാണ്, നല്ലൊരു മാനസാന്തരം. അതായത് നമുക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യം ദൈവത്തിന് തിരിച്ചു കൊടുക്കണം. പിന്നെ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയും. അതാണ് മാനസാന്തരം. അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഇന്ന് മനുഷ്യർക്ക് ദൈവത്തെ പ്രാപിക്കാൻ കഴിയാത്തത്. ഇത് വളരെ സിമ്പിളാണ്. ഒരു പ്രയാസവുമില്ലാതെ രക്ഷ കിട്ടും. പക്ഷേ ആ രക്ഷ നീ നിന്നെ തന്നെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം ദൈവം നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുക. സാത്താനെ സേവിക്കാൻ നിനക്ക് അവകാശമുണ്ട്. നീ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. അതിന് നിനക്ക് അവകാശമുണ്ട്, നീ ചെയ്തോ. പക്ഷേ നിനക്ക് രക്ഷ കിട്ടത്തില്ല, നീ ഓർത്തോണം. സാത്താൻ നിന്നെ എല്ലാ രീതിയിലും ചതിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ രക്ഷ വേണമെങ്കിൽ ദൈവം
നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കണം. അത് വിടുവിക്കണമെങ്കിൽ നീ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കണം. നീതിയുടെ ദാസ്യമാണ് പുതിയ നിയമം. സാത്താൻ്റേത് പാപത്തിൻ്റെ ദാസ്യമാണ്. അപ്പം സാത്താൻ്റെ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നീതിയുടെ ദാസ്യത്തിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റൂ. സാത്താൻ്റെ പാപത്തിൻ്റെ ദാസ്യത്തിൽ കഴിയുന്നവരാണ് ലൗകികർ. അവർ ലോകരാണ്. അവരുടെ പൗരത്വം ലോകമാണ്, ലോകക്കാരാണ്. അവർ പ്രാകൃത മനുഷ്യരാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നീതിക്ക് ദാസന്മാരായിരിക്കുന്നവരാണ് വിശുദ്ധ ജനം. അതുകൊണ്ട് തന്നെ അവർക്ക് പാപം ചെയ്യാൻ അവകാശമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.